Here we discuss an example for the uncertainty relationship. So here we consider a beam of electrons. So these are the beam of electrons incident on a single slit. So this is nothing but the single slit diffraction experiment. So this produces a diffraction pattern on the screen. So now we assume that the particles are moving initially in the y direction. So ഇത് y ആണ്, ഇത് x ആണ്. Initial electron beam y directionൽ move ചെയ്യുന്നു. So we can measure the momentum along y direction as precisely as possible. അപ്പോൾ ഈ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് എക്സ് ഡിറക്ഷനിൽ മൊമെന്റ് ഇല്ല. അപ്പോൾ നമുക്ക് പി എക്സ് നമുക്ക് എക്സാക്ട്ലി അക്യുറേറ്റ്ലി കാണാൻ പറ്റും. വൈ ഡിറക്ഷനിലുള്ള മൊമെന്റം അക്യുറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഏകദേശം നമുക്ക് പോസിബിൾ ആയ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷെ പി എക്സ് ഇതിനകത്തില്ല. പി എക്സ് 0 ആണ്. പി എക്സ് 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി എക്സ് അൺസർട്ടനിറ്റി ഇൻ പി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം പി എക്സ് നമുക്ക് എക്സാക്ട്ലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അൺസർട്ടനിറ്റി ഇൻ പി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതിന്റെ മീനിങ് ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റ്ലി അൺസർട്ടൻ ആണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2 ആണ്. ഡെൽറ്റ പി എക്സ് 0 ആകുമ്പോൾ ഡെൽറ്റ എക്സ് ഗോസ് ടു infinity. So that is infinitely uncertain. So that means we know nothing about the x coordinates of electron. They're spread ചെയ്ത് കിടക്കുകയാണ്. So this represents a wide beam of electrons. അപ്പോൾ ഈ സ്ലിറ്റിൽ എത്തുന്നതിന് മുമ്പ് ഇതിന്റെ ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റ്ലി അൺസർട്ടൻ എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് ഇസ് വെരി ലാർജ്. അപ്പോൾ ഈ ബീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ അതില് ഈ ബീമിലൊരു small portion മാത്രമേ ഈ സ്ലിറ്റിനകത്തൂടെ പോകുന്നുള്ളൂ. So now at the instant some of the electrons pass through the slit. We know something about their location. ഇതിൽ പാസ് ചെയ്ത ഇലക്ട്രോൺ ബീംസിന്റെ ലൊക്കേഷൻ ഈ സ്ലിറ്റിന്റെ വിഡ്ത്തിന്റെ അതിന്റെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് വിഡ്ത്തിന് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ഇനീഷ്യലി ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. എത്രയാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ സ്ലിറ്റിലൂടെ പാസ് ചെയ്തതിന് ശേഷം ഈ സ്ലിറ്റ് വർത്ത് എ ആണ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു പാസ് ടു ദി സ്ലിറ്റ് അൺസർട്ടനിറ്റി ഇൻ ദിയർ എക്സ് ലൊക്കേഷൻ ഷുഡ് നോട്ട് ബി ലാർജർ ദാൻ എ. അൺസർട്ടനിറ്റി ലാർജർ ദാൻ എ ആണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എ വെൻ ദി ഇലക്ട്രോൺസ് പാസ് ത്രൂ ദി സ്ലിറ്റ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിനുള്ളിലാണ് ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുക സ്ലിറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അപ്പോൾ നമ്മുടെ ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി എ ആയിട്ട് മാറി. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദർ ഇസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ അവർ നോളജ് ഓഫ് ദി ഇലക്ട്രോൺസ് ലൊക്കേഷൻ. പക്ഷെ ഡെൽറ്റ എക്സ് ന്റെ വാല്യൂ കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. പക്ഷെ ഡെൽറ്റ പി അന്നേരം ഇൻക്രീസ് ചെയ്യണം. കാരണം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് ക്രോസ് എച്ച് ബൈ 2 ആണ്. സോ ഡെൽറ്റ പി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2 ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2 എ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2 മിനിമം ലിമിറ്റ് ആണ്. ചില കേസിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ക്രോസ് എച്ച് എന്ന് എടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ എ. ഓക്കെ, സോ ഇനീഷ്യലി ഡെൽറ്റ പി എക്സ് 0 ആയിരുന്നു. അത് ഇൻക്രീസ് ചെയ്തിട്ട് ക്രോസ് എച്ച് ബൈ എ ആയിട്ട് മാറി. സോ അപ്പൊ ഇവിടുന്ന് നമുക്കത് ക്ലിയർ ആണ്. ഈ ബിയോണ്ട് ദി സ്ലിറ്റ് നോക്കുവാണെങ്കിൽ ഇനീഷ്യലി ഇത് വൈ ഡിറക്ഷനിലാണ് മൂവ് ചെയ്തത്. പി എക്സ് 0 ആണ്, ഡെൽറ്റ പി എക്സ്
0 ആണ്. But the measurements beyond the slit shows that there is the particle is not moving along y direction precisely. ഇങ്ങനെ ഇതിന് x കമ്പോണന്റും ഉണ്ട് കണ്ടോ, ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. നേരെയുള്ള ഈ ബീം സെന്ററിലൂടെയുള്ള ബീം ഇങ്ങനെ പോവും, ബാക്കിയുള്ളതെല്ലാം ഇവിടെ നിന്ന് ഡിഫ്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ പാത്ത് ഇങ്ങനെയായിരിക്കും. So that means the momentum has x components as well. The particle is not moving precisely along y direction. It has got both x and y components. Okay. അപ്പോൾ അതിന്റെ വാല്യൂ 0 ഉണ്ട്, ഇവിടെ സെന്റർ ഉള്ളത് 0 ആണ്. ബട്ട് റേഞ്ച് പ്ലസ് ഓർ മൈനസ് ക്രോസ് എച്ച് ബൈ എ. ഡെൽറ്റ പി എക്സ് ഇതായതുകൊണ്ട് പ്ലസ് ക്രോസ് എച്ച് ബൈ എ ഇങ്ങോട്ടും മൈനസ് ക്രോസ് എച്ച് ബൈ എ ഇങ്ങോട്ടും രീതിയിൽ ഡെൽറ്റ പി എക്സിന് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ എൻഡിലുള്ളത് മാക്സിമം എക്സ് കമ്പോണന്റ് ഉണ്ടാവും, സെന്ററിലുള്ളതിന് എക്സ് കമ്പോണന്റ് ഏകദേശം 0 ആയിരിക്കും. Okay, according to uncertainty principle, the average momentum x component is equal to cross h by a. So, according to uncertainty principle. Now, we have to find the angle theta that specifies where a particle with this value of px. ഓരോ വാല്യൂ ഓഫ് പി എക്സും ഡിഫറെൻ്റ് ആണ്. ആവറേജ് പി എക്സ് വാല്യൂ ക്രോസ് എച്ച് ബൈ എ, 0 മുതൽ പ്ലസ് ക്രോസ് എച്ച് ബൈ എ ടു മൈനസ് ക്രോസ് എച്ച് ബൈ എ. ഓക്കെ, അപ്പം ഈ പെർട്ടിക്കുലർ എക്സ് വാല്യൂ ഉള്ള പാർട്ടിക്കിൾ ഏത് ആംഗിളിലാണ് സ്ക്രീനിൽ ലാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ തീറ്റ ഇസ് ദിസ് ആംഗിൾ. അപ്പം ഈ ഡീവിയേറ്റ് ചെയ്ത ഈ ബീമും ഈ സെൻട്രൽ ലൈനും ഈ വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിവിടെ തീറ്റ സ്മോൾ ആണ്. നമ്മൾ ഈ പാറ്റേൺ ഇത്രയും പിടുത്തൊന്നും ഉണ്ടാവില്ല ഇലക്ട്രോൺ ബീംസിന്റെ കേസിൽ. അപ്പൊ നമ്മൾ തീറ്റ സ്മോൾ ആയതുകൊണ്ട് സൈൻ തീറ്റ is approximately equal to tan തീറ്റ എന്ന് എഴുതുന്നു. കാരണം tan തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. അപ്പോൾ ചെറിയ ആംഗിൾസിന് കോസ് തീറ്റ 1 ആയിരിക്കും, സൈൻ തീറ്റയും ടാൻ തീറ്റയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് പി എക്സ് ബൈ പി എ ബൈ. അപ്പൊ പി എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പി എക്സിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു ആവറേജ് വാല്യൂ പി എക്സിന്റെ ക്രോസ് എച്ച് ബൈ ആയിരിക്കും. 0 മുതൽ പ്ലസ് ക്രോസ് എച്ച് ബൈ എ ടു മൈനസ് ക്രോസ് എച്ച് ബൈ എ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ക്രോസ് എച്ച് ബൈ എ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്രോസ് എച്ച് ബൈ എ ബൈ പി വൈ. പി വൈ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് കാണാൻ പറ്റും. പി വൈ ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ ലാംഡ ഇസ് എച്ച് ബൈ പി വൈ. അപ്പോൾ നമ്മുടെ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു പി എക്സ് ക്രോസ് എച്ച് ബൈ എ. അതായത് ക്രോസ് എച്ച് എന്നാൽ എച്ച് ബൈ 2 എ ഡിവൈഡഡ് ബൈ പി വൈ. 1/py എടുക്കുമ്പോൾ ലാംഡ ബൈ എച്ച്. എച്ച് കട്ട് ചെയ്തു പോകും. അപ്രോക്സിമേറ്റ്ലി ലാംഡ ബൈ 2 എ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മിനിമം ഏത് പോയിന്റിലാണെന്ന് നിങ്ങൾ ഇത് ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. എ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ എന്നാണ്. അപ്പോൾ അവിടെ ലാംഡ അപ്പം n1 ആവുമ്പോൾ അവിടെ വരുന്നത് എ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ആണ് ഫസ്റ്റ് മിനിമത്തിന്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ലാംഡ ബൈ എ ആണ്. അപ്പോൾ ഫസ്റ്റ് മിനിമം ഈ പോയിന്റിലാണ്. അപ്പോൾ ഫസ്റ്റ് മിനിമത്തിനേക്കാളും നമ്മൾ പറഞ്ഞ സ്മോൾ ആംഗിളിന് ഇത് സൈൻ തീറ്റ ആണ്. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ
angle theta that specifies where the particle having a particular value of px lands on the screen ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് lambda by 2 pi a. അതുപോലെ ഫസ്റ്റ് മിനിമം വേവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഫസ്റ്റ് മിനിമം ഉള്ള പോയിന്റ് സൈൻ തീറ്റ ലാംഡ ബൈ എ. ഇത് രണ്ടും കമ്പയറബിൾ ആണ്. ഇത് ലാംഡ ബൈ 2 പൈ എ ആണ്, ഇത് ലാംഡ ബൈ എ ആണ്. ഈ ലാംഡ ബൈ എ ഒപ്റ്റിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് മിനിമം ഇവിടെ വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾസും ഇതിനകത്താണ് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം മേജർ പോർഷൻ വരുന്നത് ഇവിടെയാ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് കൂടുതൽ പാർട്ടിക്കിൾസും ഡിഫ്രാക്ട് ചെയ്ത ആംഗിളിനേക്കാളും കൂടുതലാണ്. മേജർ പോർഷൻ ഒരു ബീമിൻ്റെ ഇത് വരുന്നത് ഇതിനും ഇടക്കാണ്. ഇവിടെയുള്ള അതിൻ്റെ ഇൻറ്റൻസിറ്റീസ് എല്ലാം കുറവായിരിക്കും. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ആംഗിളിന്റെ ഇടക്കായിരിക്കും മേജർ പാർട്ടിക്കിൾസും ഡിഫ്രാക്ട് ചെയ്ത് പോകുന്നത്. സോ അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് സ്മോളർ ആംഗിൾ സൈൻ തീറ്റ ടാൻ തീറ്റയ്ക്ക് ഇക്വൽ ആണ്. ഈ സൈൻ തീറ്റയുടെ വാല്യൂ അതുപോലെ ഫസ്റ്റ് മിനിമം ഒക്കെ അറിയുന്ന സൈൻ തീറ്റയുടെ വാല്യൂ കമ്പയറബിൾ ആണ്. So this calculation shows that the distribution of the transverse momentum, that ഈ part px, transverse momentum എന്ന് പറഞ്ഞാൽ px given by uncertainty principle is roughly equivalent to the spreading of the beam. Spreading of the beam in the expression into the central diffraction peak. Central diffraction peak ഇങ്ങനെ spread ചെയ്തു. Okay. So this illustrates the close connection between the wave behavior and the particle location. Uncertainty in particle location. But the uncertainty in particle location വെച്ചിട്ടാണ് നമ്മൾ ഈ സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്തത് വേവ് ബിഹേവിയർ വെച്ചിട്ടാണ്. സോ ഇത് രണ്ടും ഏകദേശം ഇക്വലന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും there is a close connection between the wave behavior and the uncertainty in particle location. Therefore, the diffraction or spreading of the beam following the passage of the beam through the slit is just the effect of uncertainty principle on our attempt to specify the location of the particle. അപ്പോൾ പാർട്ടിക്കിൾ ബിഹേവിയർ വെച്ച് പറയുകയാണെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടാണ് ഇവിടെ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. സോ വെൻ വി മേക്ക് ദി സ്ലിറ്റ് നാരോവർ px increases and delta x decreases. ഇവിടെ സ്ലിറ്റ് നാരോ ആക്കുമ്പോൾ ഡെൽറ്റ എക്സ് decrease ചെയ്യുന്നു, uncertainty in position decrease ചെയ്യുന്നു, uncertainty in momentum increases and px increases and the beam spreads even more. സ്ലിറ്റ് സ്മോൾ ആകുമ്പോൾ കുറച്ചുകൂടെ ലാർജർ ആംഗിളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കാരണം എ കുറയുമ്പോൾ സൈൻ തീറ്റ കൂടുകയാണ് ചെയ്യുക. സൈൻ തീറ്റ കൂടിക്കഴിഞ്ഞാൽ തീറ്റ കൂടും. So when we try to obtain more precise knowledge of the location of the particle by making the slit narrower. അപ്പോൾ സ്ലിറ്റ് നാരോ ആക്കി കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് കുറയും നമ്മൾ പറഞ്ഞു. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ കുറയും, നമുക്ക് കൂടുതൽ precise knowledge of the location കിട്ടും. But we will lose the knowledge of the direction of travel. ഇപ്പോൾ കൂടുതൽ ആംഗിളിൽ അത് സ്പ്രെഡ് ചെയ്യും, എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതിൽ നമ്മൾ അൺസർട്ടനിറ്റി അതിൽ കൂടും. So there is a connection between the observation of position and momentum. So when the uncertainty in position decreases, the uncertainty in momentum increases, and vice versa. So this is the essence of Heisenberg's uncertainty principle. So when we try to make delta x smaller, delta px increases. When we try to make delta px smaller, delta x increases. So it is not possible to make a simultaneous determination of the position and the momentum of a particle with unlimited precision. That is nothing but the Heisenberg's uncertainty principle. Okay, thank you.